അങ്ങനെ പോകാൻ ഏതെങ്കിലും ഒരു ആറ്റം ഇഷ്ടപ്പെടുമോ? ഒരിക്കലും ഇല്ല അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ ഹൈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ വരാനായിട്ടുള്ള കാരണം. ഓക്കെ, സിമിലർലി അടുത്ത ഒരു കൺഫ്യൂസിങ് സെൻറ്റൻസ് നിങ്ങളുടെ NCERT ഒരു കൺഫ്യൂസിങ് ആയിട്ട് കൊടുത്തേക്കുന്ന ഒരു കാര്യമാണ് വനേഡിയത്തിന് ലോ ആയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞിട്ട് V2+ കാര്യവും പറഞ്ഞിട്ടുണ്ട്. അതെന്താ? പക്ഷെ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഈ സെന്റൻസ് വിട്ടേക്ക്, ഈ സെന്റൻസ് നിങ്ങൾ മറന്നേക്ക്, ആ അവസാനത്തെ സെന്റൻസ്. ഓക്കെ, ജസ്റ്റ് ഫോർഗെറ്റ് ദാറ്റ് സെന്റൻസ്. ഓക്കെ, hello friends, this is Vishnu here. Welcome to my channel Tips, Tricks and Concepts by Vishnu. So in this video we will be dealing about the continuation of D block elements, okay, and one of the most important topics and full of tricks. Okay, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും കുറച്ചും കൂടെ കൂടുതൽ ട്രിക്സോട് കൂടിയിട്ട് ഈസി ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, so let's go to the video without wasting any time. But before that, if you haven't subscribed my channel, please subscribe it as soon as possible, and at the same time please share it with your friends. So our next topic is the standard electrode potentials. Okay, ഈ standard electrode potential ഒക്കെ എങ്ങനെയാണ് പഠിക്കുന്നത്? Okay, ഫസ്റ്റ് ഓഫ് ഓൾ ഈ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു ജസ്റ്റ് ജനറൽ ആയിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. ദാറ്റ് ഈസ് the standard electrode potential denotes just the reducing power. Okay, അത് reducing പവറിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു ഫാക്ടറാണ്. ഓക്കെ, സോ അത് നിങ്ങൾ എങ്ങനെ ഓർത്ത് വയ്ക്കാം? ഈ ഒരു സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ള എലമെൻസിന് reducing പവർ കൂടുതലായിരിക്കും. Okay, its reducing power will be more and hence it will be having more tendency to get oxidized. അല്ലേ, reducing agent ആണെങ്കിൽ അത് ഓക്സിഡൈസ് ആവുകയല്ലേ ചെയ്യുക. മീൻസ് while it is reducing some other substance, it is itself getting oxidized. Okay, so അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇവിടെയുള്ള ഒരു 3 പേജസോളം 3 കാര്യങ്ങളോളം, അതായത് ഈ ഹെഡിങ്ങിന് താഴെ വരുന്നത് മാത്രമല്ല അടുത്ത 1-2 ഹെഡിങ്സിന് താഴെ വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, സോ യു മസ്റ്റ് ജസ്റ്റ് റിമെമ്പർ വൺ തിങ്, ദാറ്റ് ഈസ് the standard reduction potential. It just indicates the reducing power, and reducing agents are nothing but they are getting oxidized. Okay, so ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഒരുപാട് നെഗറ്റീവ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഓക്കെ, ഇറ്റ്സ് നത്തിങ് ബട്ട് അത് ഓക്സിഡൈസ് ആയിട്ടുണ്ടാവുന്ന ഒരു അയോൺ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിങ്കിൻ്റെ കേസിലാണെങ്കിൽ, ഓക്കെ, സിങ്ക് the standard electrode potential for zinc is having a negative trend, okay, as compared to other elements. This is because is zinc ഒരു reducing agent ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ, okay, when zinc is acting as a reducing agent, it is getting oxidized to Zn2+. അപ്പോൾ ആ Zn2+ സിങ്കിനെ അപേക്ഷിച്ച് more stable ആണ് അല്ലേ? So that's why this zinc has a relatively negative standard electrode potential. Okay, so അപ്പോൾ നമ്മൾ ഇവിടുത്തെ ട്രെൻഡ് നോക്കാം. Okay, if you look at this graph, you can see that this standard electrode potential values are increasing. Okay, that is, it is becoming less negative and almost positive for our copper. Okay, so അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എക്സെപ്റ്റ്, ഓക്കെ, 3 എക്സെപ്ഷൻസ് ഉണ്ട്. ദാറ്റ് ഇസ് മാംഗനീസ്, നിക്കൽ ആൻഡ് സിങ്ക്. സിങ്കിന്റെ റീസൺ ഞാൻ പറഞ്ഞു, Zn2+ ആകുമ്പോൾ D10 കോൺഫിഗറേഷനിലേക്ക് പോകും, വിച്ച് ഇസ് മോർ സ്റ്റേബിൾ. അതുകൊണ്ടാണ് അതൊരു നെഗറ്റീവ് സ്റ്റേറ്റിലേക്ക് ആവാൻ കാരണം. ഇനി അടുത്തത് നമ്മളുടെ മാംഗനീസും നിക്കലിനെയും കേസ് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, മാംഗനീസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ വെൻ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്, ഓക്കെ, ദാറ്റ് ഇസ് വെൻ ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ റെഡ്യൂസിങ് ഏജന്റ്, അതിനൊരു സ്റ്റേബിൾ ആയിട്ടുള്ള D5 കോൺഫിഗറേഷനിലേക്ക് വരികയാണ് ചെയ്യുന്നത്. സോ these both are due to the corresponding configurations. Okay, and then for nickel, what is the reason? It is nothing but due to the high hydration enthalpy. These are the 3 most important points to be noted here. Also another important point is regarding copper. It is having a positive value plus 0.34 volt. So what is the reason? So the reason here is that, അതായത് നമ്മുടെ കോപ്പറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, the copper is having a high enthalpy of atomization and also for converting copper to copper 2+, അതായത് Cu2+ലേക്ക് ആകണമെങ്കിൽ we have to remove 2 electrons അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 അയനൈസേഷൻ എൻതാൽപ്പി, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അയനൈസേഷൻ എൻതാൽപ്പി ഉപയോഗിക്കണം. ഓക്കെ, സോ ദിസ് ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി, സെക്കൻഡ് അയനൈസേഷൻ എൻതാൽപ്പി ആൻഡ് അവർ enthalpy of atomization, ഇതെല്ലാം കൂടെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ, okay, the hydration enthalpy of copper is not enough to compensate these energies. അതായത് ആ അവസാനം കിട്ടുന്ന ഹൈഡ്രേഷൻ എൻതാൽപ്പി, okay, which is negative,
അതിന് ഈ അതുവരെയുള്ള ആ ഒരു എനർജി ചേഞ്ചിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അതായത് ഇൻഇഫക്റ്റീവ് Cu2 പ്ലസ് എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള പരിപാടിയാണ്. ഓക്കെ, പക്ഷേ റിലേറ്റീവ് ടു Cu2 പ്ലസ് ഇസ് മോർ സ്റ്റേബിൾ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹാവിങ് എ ഹൈലി നെഗറ്റീവ് ഹൈഡ്രേഷൻ എൻതാൽപ്പി Cu2 പ്ലസിന് ആസ് കമ്പയർഡ് ടു Cu. ഓക്കെ, സോ ഇത് രണ്ടും തമ്മിൽ കൺഫ്യൂസ് ചെയ്യരുത്. നമ്മളുടെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ ആ ഒരു വാല്യൂ കൂടാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് ദി ഹൈ എൻതാൽപ്പി ഓഫ് atomization ആൻഡ് ഹൈ അയണൈസേഷൻ എൻതാൽപ്പീസ് which is not compensated by the hydration enthalpy of the copper. Okay, കോപ്പറിൻ്റെത് low hydration enthalpy ആണെന്ന് പറയുന്നില്ല, റിലേറ്റീവ്ലി low hydration enthalpy അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഈ ഒരു എൻതാൽപ്പി ചേഞ്ചിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നെക്സ്റ്റ് വൺ ദാറ്റ് ഇസ് M3+ M2+ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂസ്. അതിലാകപ്പെടാൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതായത് സ്കാൻഡിയം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു M3+ M2+ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂസ് ആണ്. അതായത് M2+ നിന്ന് ഒരു എലമെന്റ് 2+ സ്റ്റേറ്റിൽ നിന്ന് 3+ സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ, ഓക്കെ, ഫ്രം 2+ to 3+. സോ ഫോർ ദാറ്റ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ടു ബി ലോ വി ഹാവ് the M3+ more stable than M2+. എന്നാലല്ലേ ആ ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂസ് ലോ ആവുള്ളൂ. അപ്പോൾ നമ്മൾ സ്കാൻഡിയത്തിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ scandium 3+ നോക്കിയേ, scandium 3+ is more stable. Why? Because it is having a noble gas configuration. So അതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ വിൽ ബി ലോ. ഓക്കെ, ഇനി അതേപോലെ നമ്മളുടെ അയണിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വി ഹാവ്, ഓക്കെ, അയണിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് Fe. ഓക്കെ, Fe3+. Fe3+ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ഹാവ് എ ഹാഫ് ഫിൽഡ് d orbital, അതായത് d5 configuration ആണ്, which is more stable. Okay, so it will be more stable than Fe2+ and hence Feയുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ കുറവായിരിക്കും. ഓക്കെ, പക്ഷേ Mൻ്റെയും ഓക്കെ മാംഗനീസിൻ്റെയും അതേപോലെ സിങ്കിൻ്റെയും കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലോ Mn3+ഉം അതേപോലെ Zn3+ഉം അത് സ്റ്റേബിൾ ആണോ? അല്ല. Mn2+നെയും Zn2+നെയും അപേക്ഷിച്ച് ദേ ആർ വെരി മച്ച് ലെസ് സ്റ്റേബിൾ. ഓക്കെ, സോ വി ഹാവ് ദെയർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ വെരി ഹൈ. ഓക്കെ, അപ്പൊ കാര്യം മനസ്സിലായാലും എന്തുകൊണ്ട് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ അവിടെ എന്താ ഹൈ ആവാൻ കാരണം? ഈ ഒരു നമ്മുടെ Zn2+ അഥവാ Mn2+ ഓൾറെഡി ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിലാണ്. ഓക്കെ, ദേ ആർ ഓൾറെഡി ഇൻ എ സ്റ്റേബിൾ സ്റ്റേറ്റ് ആൻഡ് വെൻ ദേ ഗോ ടു their 3+ state, that is അതൊരു റിലേറ്റീവ്ലി വെരി മച്ച് ലെസ് സ്റ്റേബിൾ സ്റ്റേറ്റ്. ഓക്കെ, അങ്ങനെ പോകാൻ ഏതെങ്കിലും ഒരു ആറ്റം ഇഷ്ടപ്പെടുമോ? ഒരിക്കലും ഇല്ല, അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ ഹൈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ വരാനായിട്ടുള്ള കാരണം. ഓക്കെ, സിമിലർലി അടുത്തൊരു കൺഫ്യൂസിങ് സെൻറ്റൻസ് നിങ്ങളുടെ NCERT-യിൽ ഒരു കൺഫ്യൂസിങ് ആയിട്ട് കൊടുത്തേക്കുന്ന ഒരു കാര്യമാണ് വനേഡിയത്തിന് ലോ ആയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞിട്ട് V2+ന്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. അതെന്താ? പക്ഷെ നിങ്ങൾ ഒരു കാര്യം, നിങ്ങൾ ജസ്റ്റ് ഈ സെന്റൻസ് വിട്ടേക്ക്, ഈ സെന്റൻസ് നിങ്ങൾ മറന്നേക്ക്, ആ അവസാനത്തെ സെന്റൻസ്. ഓക്കെ, ജസ്റ്റ് ഫോർഗെറ്റ് ദാറ്റ് സെന്റൻസ്. ദെൻ ഓക്കെ, നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ജസ്റ്റ് ലുക്ക് അറ്റ് ദ ടേബിൾ. ഓക്കെ, അതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഹാവിങ് എ ലെസ് നെഗറ്റീവ്. ഓക്കെ, അതായത് നിയർലി പോസിറ്റീവ് ആവാൻ തുടങ്ങിയേക്കണം. -0.2 സംതിങ്, 0.27 ആണ് ഈ ഒരു വനേഡിയത്തിന്റെ M3+ M2+ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ. സോ അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? V3+, okay, V3+ is relatively less stable than V2+. Okay, V2+നെ അപേക്ഷിച്ച് V3+ ലെസ് സ്റ്റേബിൾ ആണ്. പക്ഷെ എന്നാലും അതൊരു റിലേറ്റീവ്ലി സ്റ്റേബിൾ സ്റ്റേറ്റ് തന്നെയാണ്. പക്ഷെ ഇതിനെ അപേക്ഷിച്ച് ഒരു ലെസ് സ്റ്റേബിൾ ആണെന്നേ ഉള്ളൂ. വൈ V2+ is more stable? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹാവിങ് എ ഹാഫ് ഫിൽഡ് T2G എനർജി ലെവൽ. അതെ അല്ലേ? നിങ്ങൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ പഠിച്ചിട്ടുണ്ട്. D orbitals, the D shell splits into two energy levels, T2G and EG energy levels, and in that the vanadium 2+ is having a half filled T2 energy level, so that is more stable, relatively more stable than V3+. ഓക്കെ, അപ്പൊ ഇതിൽ ശരിക്കും പറഞ്ഞാൽ കൊടുത്തേക്കണ കേട്ടാത്തൊന്നും അതിന് V3+ ആണ് മോർ സ്റ്റേബിൾ എന്ന് പറയുന്ന രീതിയിലാണ് അത് കൊടുത്തേക്കുന്നത്. ബട്ട് സ്റ്റിൽ ദേ ആർ ടെല്ലിങ് അബൌട്ട് V2+. അപ്പൊ അതിന്റെ റീസൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ടേബിൾ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അപ്പൊ എന്താണ് കാര്യം? ഓക്കെ, ഈ ഒരു സെന്റൻസ് ഇത്തിരി കൺഫ്യൂസിംഗ് ആണ്, അത് നോക്കണ്ട. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ V2+ഉം V3+ഉം സ്റ്റേബിൾ ആണ്, ബട്ട് റിലേറ്റീവ്ലി മോർ സ്റ്റേബിൾ ഈസ് അവർ V2+. അത്രയും കാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മറ്റുള്ളതിനെല്ലാം അപേക്ഷിച്ച് ഇറ്റ് ഈസ് ഹാവിങ് എ റിലേറ്റീവ്ലി ഹയർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ. ഓക്കെ, പക്ഷെ ഇവിടെ കൊടുത്തേക്കുന്നത് എന്താ? ലോവർ എന്നാണ്. പക്ഷെ ലോ അല്ല, റിലേറ്റീവ്ലി ഹയർ തന്നെയാണ് ആസ് കമ്പയർഡ് ടു അവർ ടൈറ്റാനിയം, സ്കാൻഡിയം ആൻഡ് ഓൾ. പക്ഷേ എങ്കിൽ കൂടിയും അത് ലോ തന്നെയാണ് ആസ് കമ്പയർഡ് ടു സിങ്ക്, മാംഗനീസ് ആൻഡ് ഓൾ. ഓക്കെ, കാരണം അത് പോസിറ്റീവിലോട്ടൊന്നും പോയിട്ടില്ല.
Now next one, that is our case of halides. Okay, halides and oxides. So ഇവിടെ ആകപ്പാടെ 1-2 പോയിന്റ് മാത്രമേ ഓർക്കേണ്ട കാര്യമുള്ളൂ. ദാറ്റ് ഇസ് ഈ ഫ്ലൂറൈഡ്സ്. ഓക്കെ, ഫ്ലൂറൈഡ്സ് ഉണ്ടല്ലോ, ഫ്ലൂറൈഡ്സ് വിൽ നെവർ എക്സിസ്റ്റ് ഇൻ ദി ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ദ മെറ്റൽ. ഓക്കെ, ഈ ഒരു ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ദ മെറ്റലിന് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദാറ്റ് ഇസ് ഫോർ എക്സാമ്പിൾ VF2 ഡസ് നോട്ട് എക്സിസ്റ്റ്. അവിടെ വാനേഡിയത്തിന് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. പക്ഷേ അവിടെ അതുകൊണ്ട് തന്നെ ദാറ്റ് ഇസ് എ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, സോ VF2 ഡസ് നോട്ട് എക്സിസ്റ്റ്. ബട്ട് നേരെ ഓപ്പോസിറ്റ് ആണ് ഹയർ ഓക്സിഡേഷൻ എലമെന്റ്സിന്റെ കാര്യം. അതായത് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള എലമെന്റ്സിനെ ഇത് മോർ സ്റ്റെബിലൈസ് ചെയ്യുക ഫ്ലൂറൈഡ്സ് ആണ്. ഓക്കെ, ഫ്ലൂറൈഡ്സ് ടെൻഡ് ടു മോർ സ്റ്റെബിലൈസ് ദ higher oxidation state elements. Okay, what do that mean and how do they do? That is due to the high lattice enthalpy in case of COF3 and high bond enthalpy. Okay, high bond enthalpy in the case of the highly covalent compounds. Okay, covalent character കൂടുതലുള്ള compounds-ലെ high bond enthalpy കാരണം. അതായത് ഫോർ എക്സാമ്പിൾ ഇൻ കേസ് ഓഫ് VF5 ആൻഡ് CRF6. അപ്പോൾ VF5ലും CRF6ഉം ഹൈലി കോവാലന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. അവിടെ ആ ഫ്ലൂറൈഡ്സ് അതിനെ മോർ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള കാരണം എന്താണ്? അതിൻ്റെയൊക്കെ ഒരു ഹൈ ബോണ്ട് എൻതാൽപ്പി കാരണം. ഓക്കെ, അപ്പോൾ ഹൈ ബോണ്ട് എൻതാൽപ്പി ഉള്ളപ്പോൾ അത് മോർ സ്റ്റേബിൾ ആണ്. അതേപോലെ COF3ലാണെങ്കിൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഹൈ ലാറ്റിസ് എൻതാൽപ്പി. സോ ദാറ്റ്സ് ഓൾ. ഇനി അടുത്ത പോയിന്റ്, ഈ ഒരു ടേബിൾ എങ്ങനെ ഓർത്ത് വെക്കാം? ഓക്കെ, ഇറ്റ്സ് വെരി ഈസി. അതായത് ഈ TiX4 തൊട്ട് TiX4, VX4 ആൻഡ് ടൈറ്റാനിയം, വനേഡിയം ആൻഡ് ക്രോമിയം CrX4 വരെ all X4s are stable. ഓക്കെ, all X4s are stable. പക്ഷേ ഈ ഒരു ക്രോമിയം വരെ മാത്രമേ ആ F6 വരെ വരുന്നുള്ളൂ, CrF6. വനേഡിയത്തിലാണെങ്കിൽ VF5. ഓക്കെ, ബാക്കി എല്ലാത്തിനും 4ഓ 4ന് താഴെയോ മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഓർത്ത് വയ്ക്കാം. സോ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ളത് ഫ്ലൂറൈഡ്സ് മാത്രം. ആ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നെ ഏതിൽ മാത്രമേ കാണുന്നുള്ളൂ? CRൽ, വനേഡിയത്തിൽ മാത്രമാണ് 5ഉം 6ഉം കാണുന്നത്. പിന്നെ അടുത്ത പോയിന്റ് എന്താണ്? നമ്മളുടെ X4. ഓക്കെ, ദാറ്റ് ഇസ് ടെട്രാ ഹൈലൈറ്റ്സ് ഏതൊക്കെയാണ് സ്റ്റേബിൾ? ഓൺലി Ti2 ഓക്കെ, ടൈറ്റാനിയം ടു ക്രോമിയം വരെ മാത്രമേ എല്ലാ X4ഉം സ്റ്റേബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, ഓൾ X4, TiX4, VX4 ആൻഡ് CrX4 ആർ സ്റ്റേബിൾ. പക്ഷേ ഇൻ കേസ് ഓഫ് MN, F4 is the only stable one. Okay, then the next one 3. Okay, the trihalides. Trihalides ഏതുവരെയാണ് സ്റ്റേബിൾ? സോ ഓൾ ഫ്രം TiX3 to FeX3 are stable except FeI3 and COF3 is also stable. Okay, അങ്ങനെ ഒരു സെന്റൻസ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ you will not get confused. Okay, so that's all. അതേപോലെ തന്നെ നമ്മളുടെ CUF എടുത്ത് നോക്കിയാൽ ചില ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഈ ഒരു ട്രെൻഡിൽ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഫുള്ളായിട്ട് ഓരോന്നും പറയാണ്ടെന്ന് കഴിഞ്ഞാൽ അതൊരു ക്ലാസ് ആയിട്ട് എടുത്താലേ പറ്റുള്ളൂ. ഒരു യൂട്യൂബിൽ വീഡിയോ ഇതാക്കുമ്പോൾ പറ്റില്ല. സോ അപ്പോൾ ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ CUF is unstable. Okay, CUF does not exist. But all other CUX exist but as a dimer. ഓക്കെ, ഡൈമർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഓൾ അതർ CUX. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അല്ലാതെ ഈ X3, X2 എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടക്കുന്നില്ല. അതേപോലെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ you will never remember it. So make it into your own tables taking the hints from me. Okay, ഞാൻ കുറച്ച് ഇപ്പോൾ ഒരു 2-3 ഹിൻസ് തന്നല്ല. അതായത് Ti2 Fe വരെ മാത്രമേ X4 ഉള്ളൂ. അതേപോലെ തന്നെ F5 F6 എക്സിസ്റ്റ് ചെയ്യുന്നത് വനേഡിയത്തിന്, ക്രോമിയത്തിന്, അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് തന്നില്ല. അതേപോലെ വെച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തത്, ഓക്കെ, ഐ ഹാവ് ടോൾഡ് അബൌട്ട് why Cu2+ is more stable than Cu+ previously itself. Okay, so I am not again going into it. Now next one, that is our the oxides. Okay, എങ്ങനെയാണ് ഓക്സൈഡ്സ് സ്റ്റെബിലൈസ് ആവുന്നത്? ഓക്കെ, ആക്ച്വലി ദ ഓക്സിജൻ ടെൻഡ് ടു സ്റ്റെബിലൈസ് ദ എലമെന്റ്സ് മോർ ദാൻ ദ ഫ്ലൂറൈഡ്സ്. ഓക്കെ, ഫ്ലൂറൈഡ് സ്റ്റെബിലൈസ് ചെയ്യുന്നതിനേക്കാളും ഓക്സൈഡ് മോർ സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഇഫക്റ്റ് ആണ്. ഓക്കെ, മാംഗനീസ് is having the highest oxidation state, Mn+7 with its oxygen. Okay, that is Mn2O7. ഓക്കെ, പക്ഷേ മാംഗനീസിന്റെ ഹയസ്റ്റ് ഹാലൈഡ് ഏതായിരുന്നു? MnF4. പക്ഷേ ഓക്കെ, there it is having only +4 oxidation state. So it is with oxygen that all elements show its highest oxidation state. Okay, അത്രയേ ഉള്ളൂ. അതുപോലെ how to remember the other oxides? It's also very easy. You just need to remember the stable ones. Okay, you just remember Mn2O7 is stable, CrO3 is stable and also V2O5 is stable. Okay, ഈ 3 സ്റ്റേബിൾ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, നൗ നെക്സ്റ്റ് അനദർ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് അവർ O3 എന്ന് പറയുന്നത്, ദാറ്റ് ഇസ്
all O3 are stable only up to Fe2O3. Okay, Fe2O3 വരെ മാത്രമേ എല്ലാം സ്റ്റേബിൾ ആയിട്ടുള്ളൂ. ബാക്കി അതിനുശേഷമുള്ള ഒരു O3, okay, none other O3 is after Fe are stable. Okay, so that's all. So that is given as the statement here, that is after group 7 no O3 exists other than Fe2O3. So these and all are due to the higher ability of this oxygen to form multiple bonds with these elements. Okay, ഈ ഓക്സിജന് ഈ എലമെന്റ്സുമായിട്ട് മൾട്ടിപ്പിൾ ബോൺസ് ഫോം ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി കാരണമാണ് these higher oxidation states are existing. Okay, Mn2O7 ഒക്കെ തന്നെ ഉണ്ടാവാൻ കാരണം എന്താണ്? Okay, why is this Mn2O7, that is Mn+7 oxidation state, why is it being formed? Okay, this is because of the multiple bonds formed by oxygen. Okay, that is even Mn linkages are also present as shown here. So next heading, that is the chemical reactivity and also the electrode potential. Okay, so ഇതിലുള്ള കുറേ പോയിന്റ്സ് ഓൾറെഡി പറഞ്ഞു തന്നെയാണ്. സോ അതിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ്, വാട്ട് ഈസ് ദ ഇഫക്റ്റ് ഓഫ് ദ പോസിറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഫോർ കോപ്പർ? ഓക്കെ, എന്തുകൊണ്ട് ആ ഒരു കോപ്പറിനുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആയതുകൊണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ റിയാക്ഷൻ? വാട്ട് വിൽ ബി ദിറ്റ്സ് കെമിക്കൽ റിയാക്ടിവിറ്റി? Okay, it will be reacting only with oxidizing acids. Okay, example nitric acid and concentrated sulfuric acid. Okay, അത്തരം oxidizing acids ആയിട്ട് മാത്രമേ എന്ത് ആക്ട് ചെയ്യുള്ളൂ? Copper will act. Okay, and thereby copper is reducing the other acids. Okay, the other acids are getting reduced. Okay, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. Then മറ്റുള്ള ആസിഡ്സിന്റെ കേസിലാണെങ്കിൽ എന്താ സംഭവിക്കുക? The copper will not remove a hydrogen from other acids. Okay, so അതാണ് one important point. Now next point, അതായത് Mn3+ and Cr3+ are strong oxidizing agents. Why? I have told you that all reducing agents are getting oxidized and all oxidizing agents are getting reduced. അല്ലേ? അപ്പോൾ whenever you are given any such ions, okay, suppose Mn3+ is given to you, okay, Mn3+ നിങ്ങൾക്ക് തന്നേക്കാണ്. So whenever you get some ions, you just think of the most stable oxidation state of the ion and think about the reaction of converting this given ion into that more stable oxidation state and look with whether it is an oxidation or reduction. That is, if suppose this Mn3+ is given to you, okay, then you must think, okay, what is the most stable oxidation state? Mn2+, because it is having stable d5 configuration. Okay, so when that d5 configuration, since that d5 configuration is more stable, that is Mn2+ is more stable, so Mn3+ to Mn2+ means it is getting reduced. So in that way you can remember it as the most strong oxidizing agent. Okay, is one of the strongest oxidizing agents. The same is the case for CO3+. Okay, then we can come to our TVker. Okay, that is titanium 2+, vanadium 2+, and chromium 2+. Okay, Cr2+. So ഇതിനൊക്കെ എന്താണ് പ്രോപ്പർട്ടി? ഓക്കെ, ജസ്റ്റ് തിങ്ക് അബൌട്ട് ദി മോർ സ്റ്റേബിൾ കോൺഫിഗറേഷൻസ്. ഓക്കെ, മോർ സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. ഓക്കെ, സോ നിങ്ങൾക്കറിയാം ഇതിൻ്റെയൊക്കെ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആണ് മോർ സ്റ്റേബിൾ അല്ലേ? ഇപ്പോൾ TAക്കാണെങ്കിൽ Ti3+, Ta4+ ഇസ് മോർ സ്റ്റേബിൾ. ഓക്കെ, അപ്പോൾ Cr-നാണെങ്കിൽ Cr3+ ഇസ് മോർ സ്റ്റേബിൾ. വാനേഡിയത്തിനാണെങ്കിൽ Vanadium+5 ഇസ് മോർ സ്റ്റേബിൾ അല്ലേ? സോ ദാറ്റ്സ് ഓൾ. സോ അങ്ങനെ നിങ്ങൾക്ക് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഓക്സിഡൈസ്, സോ ഇറ്റ് ഈസ് എ സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ ദീസ് ആർ ദ പോയിന്റ്സ് ദാറ്റ് ആർ മെൻഷൻഡ് ഹിയർ. സോ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് അത് ഓർത്ത് വെക്കാനുള്ള ട്രിക്കാണ്. അങ്ങനെയുള്ള ഇപ്പോൾ ഒരു അയോൺ തന്നു, അതൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണോ റെഡ്യൂസിങ് ഏജന്റ് ആണോ എന്നുള്ളത് കൺഫ്യൂഷൻ വരാതെ എങ്ങനെ ഓർത്ത് വെക്കാം, അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. So here, why is Cr2+ reducing in nature? Because it is getting oxidized to Cr3+, which is a more stable state. അല്ലേ? കാരണം എന്താ? why Cr3+ is more stable? It is having a half filled T2G energy level. അല്ലേ? ഇപ്പോൾ Cr3+ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് 3 ഇലക്ട്രോൺ പോവുകയാണ്. ഓക്കെ, that is we are getting a 3d electrons in its outermost shell and it when splitted. ഓക്കെ, അത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഒരു റിയാക്ഷൻ സമയത്ത് ഒരു എനർജി കാരണം സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻടു 2 എനർജി ലെവൽസ്, T2G and EG, and in that the T2G energy level will be half filled as shown here. Okay, that's all.
Now nextly the magnetic properties. Okay, magnetic properties ലാകപ്പെട്ട ഒരു രണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രമേ ഓർത്ത് വയ്ക്കേണ്ട കാര്യമുള്ളൂ. That is almost all transition elements and the compounds are paramagnetic. Why? Due to the presence of unpaired electrons. Okay, and paramagnetic എന്ന് പറഞ്ഞാൽ എന്താണ്? Para means it is nothing but attracted in an applied field. Okay, it is attracted in an applied field. Okay, dia എന്ന് പറയുമ്പോൾ repelled ആണ്. How can you remember it? It's very easy. പാര എന്നുള്ളതിൽ 2A ഉണ്ട് അല്ലേ. സോ 2A അതിലുള്ളതുകൊണ്ട് ഇറ്റ് ഈസ് ഫോർ അട്രാക്റ്റീവ് വിച്ച് ഓൾസോ സ്റ്റാർട്ട്സ് വിത്ത് A. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാം. ഡയലാകെ ഒരു A ഉള്ളൂ. സോ ഇറ്റ് ഈസ് റിപ്പിൾഡ് ഇൻ ദാറ്റ് മാഗ്നറ്റിക്. നൗ നെക്സ്റ്റ് വൺ ഇസ് ദ മാഗ്നറ്റിക് മൊമെന്റ്. മാഗ്നറ്റിക് മൊമെന്റ് കാണാനുള്ള ഫോമുല മ്യൂസിക്കൽ റൂട്ട് ഓഫ് n × n+2 ഡയറക്റ്റ് ഫോമുല ആപ്ലിക്കേഷൻ ആണ്, മിക്കവർക്കും എല്ലാവർക്കും കിട്ടും. ഓക്കെ, ആൻഡ് n ഇസ് നത്തിങ് ബട്ട് ദി നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. നൗ നെക്സ്റ്റ് പോയിന്റ്, അതായത് നമ്മളുടെ കളർ ഓഫ് അയോൺസ്. കളർ ഓഫ് അയോൺസിനെ പറ്റിയിട്ട് ഐ വിൽ ഡു എ സെപ്പറേറ്റ് വീഡിയോ വിത്ത് സം ട്രിക്സ്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. സോ ദ നെക്സ്റ്റ് വൺ, ഓക്കെ, ദാറ്റ് ഇസ് ദ എബിലിറ്റി ടു ഫോം കോംപ്ലക്സ് കോമ്പൗണ്ട്സ്. ഓക്കെ, സോ അവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു മേജർ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, കോംപ്ലക്സ് കോമ്പൗണ്ട്സിൽ വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ദി ഡി ബ്ലോക്ക് എലമെന്റ്സ് വിച്ച് ഹെൽപ്പ് ദം ഫോം കോംപ്ലക്സ് കോമ്പൗണ്ട്സ്. സോ ദ പ്രോപ്പർട്ടീസ് ആർ നത്തിങ് ബട്ട് ഫസ്റ്റ് വൺ എല്ലാത്തിലും പറയുന്ന പോലെ ദ unpaired electrons in the d orbitals. Okay, the next one, the lower sizes of the metal ions, then the higher ionic charges. Okay, so ee moonu point aanu avada main aayittu. Then comes the catalytic properties. What are these catalytic properties due to? Okay, a transition element and its compounds form or act as a catalyst. How it just increases the concentration of the റിയാക്റ്റൻസ്. ഓക്കെ, ആ റിയാക്റ്റൻസിനെല്ലാം അതിൻ്റെ സർഫസിലോട്ട് അട്രാക്ട് ചെയ്തിട്ട് ആ സർഫസിൽ തന്നെ അതിൻ്റെ ആ ഒരു മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നു. Okay, it just increases their concentration and also weakens their bonds. Okay, our bonds are weaken out. Okay, so that is thereby the activation energy is lowered and hence the reaction is made faster. Okay, അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് ഓർത്ത് വെച്ചാൽ മതി. അതായത് vanadium pentoxide, then നമ്മുടെ iron, then nickel, etc. Okay, so how is this energy actually lowered? Okay, by actually forming bonds between these reactive molecules and also the atoms on the surface of these transition elements. Okay, so and വേറൊരു റീസൺ കൂടിയുണ്ട്, that is nothing but it can show multiple oxidation states. Okay, multiple oxidation states കാണിക്കുന്നുണ്ട്. അതിന് ഈസി ആയിട്ട് ഇന്റർകൺവേർട്ട് ചെയ്തിട്ടും ഈ ഒരു കാറ്റലിസിസിൽ ആക്ട് ചെയ്യാൻ പറ്റും. Okay, so that's all. Now next one, interstitial compounds. Interstitial compounds എന്ന് പറയുമ്പോൾ nothing but transition elements അതിന്റെ interstitial spacesലായിട്ട് ചില ചെറിയ atoms ions ഒക്കെ. Okay, for example hydrogen, nitrogen, etc. Okay, and here it does not always follow the stoichiometry. Okay, and usually non stoichiometric ratiosലായിരിക്കും ഈ ഒരു elements ഒക്കെ കാണുക. Okay, so that's all. അപ്പോൾ അതിന്റെ റീസൺസ് പോയിന്റ്സ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. I need not tell. Now next point, that is alloys. The most important point that you should note here is that here these are nothing but homogeneous solids, and also some examples like bronze, brass and their compositions. So that's all. So I hope it's clear for you, and if you have any doubts please feel free to ask me, and at the same time please subscribe this channel as soon as possible. Okay, and also share it with your friends. പിന്നെ നമ്മുടെ ബാക്കിയുള്ള പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ആ ഭാഗങ്ങളൊക്കെ, ഓക്കെ, ആ ഭാഗങ്ങളൊക്കെ അടുത്ത ഒരു പാർട്ടിലായിട്ട് എടുക്കുന്നതായിരിക്കും, ബിക്കോസ് ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ആൻഡ് ഐ വിൽ ബി ബാക്ക് വിത്ത് ന്യൂ സച്ച് ഗുഡ് വീഡിയോസ്. Until then, bye bye.